അപ്പോൾ ഞാനതൊരു വലിയൊരു വർക്കൗട്ടായിരുന്നു ആ സിനിമയുടെ പിന്നിൽ. അറൗണ്ട് 1.5 ഇയർ അതിൻ്റെ പിന്നിലായിരുന്നു. ടെലിസ്ക്രിപ്റ്റ്, അതിൻ്റെ കളർ പാറ്റേൺ, പാലറ്റുകൾ ഫിക്സ് ചെയ്യുന്നു, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു, ലൊക്കേഷൻസ് ഫിക്സ് ചെയ്യുന്നു. ലോകത്തുള്ള മിക്ക രാജ്യങ്ങൾ സഞ്ചരിച്ചു. സ്കോട്ട്ലാൻഡ് എന്നോ ആ ഒരു പ്ലേസിനോട് നമ്മളവിടെ ഫിക്സ് ആവുന്നു. പിന്നെ ഒബ്വിയസ്ലി അത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സജഷൻസ് കൊടുക്കാറുണ്ടോ? കാരണം ഞങ്ങളൊരു ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഈ ഡയറക്ടർ ജിനു ആവശ്യപ്പെട്ടത്, ജിത്തോട്ട ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ്, എനിക്ക് ഒരു ഹോളിവുഡ് സിനിമയാണ് വേണ്ടത്. സ്ക്രിപ്റ്റ് തന്നു, ഇത്രേ പറഞ്ഞുള്ള പുള്ളി, ഇത് മതി, ആ ഒരു വേർഡിലുണ്ട് ബാക്കി. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ റെസ്പോൺസ് എൻ്റെ കയ്യിലാണ്. സാധാരണ നമ്മൾ സിനിമകൾ എപ്പോഴും ഭയങ്കര ബ്യൂട്ടി ആക്കാനാണ് നോക്കുക. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ലൈറ്റ്, സൺലൈറ്റ് ഒക്കെ എപ്പോഴും നമ്മൾ ഷൂട്ട് സോങ്സും എല്ലാം എടുക്കുക. ഈ ഫിലിം എങ്ങനെ സൺലൈറ്റ് വരുമ്പോൾ ഓഫാണ്, ഹാർഷ് ലൈറ്റ് വരുമ്പോൾ ഓഫാണ്, എല്ലാം ഡീപ്പ്. അതൊരു ചാലഞ്ചാണ്. ഒത്തിരി ആൾക്കാർ, ഒത്തിരി DOPസും ടെക്നീഷ്യന്മാരും അതുപോലെ വരുന്ന, ഇപ്പം ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ആദം ജോൺ എങ്ങനെ സംഭവിച്ചു, എന്താണ് അതിൻ്റെ ഷൂട്ടിംഗ് പാറ്റേൺ, എന്താണ് അതിൻ്റെ സീക്രട്ട്, ഇതെങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പല ഷോട്ടുകളും ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു. ഒത്തിരി പെയിൻ ഉണ്ടായിരുന്നു, കാരണം അവിടെ മൈനസാണ് തണുപ്പ്. ഒരു നോർമൽ ക്ലൈമറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഈസിയാണ്. പക്ഷെ -6, -4 എന്നൊരു ടൈമിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫുൾ ആൻഡ് ഫുൾ ഔട്ട്ഡോർ, ഫുൾ ആൻഡ് ഫുൾ ട്രാവലിംഗ് പാറ്റേൺ, ഹാർഡ് വർക്കായിരുന്നു. പക്ഷെ നമുക്ക് ഉള്ളിലൊരു എനർജി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു വ്യൂ ഫൈൻഡറിലൂടെ കാണുമ്പോൾ അപ്പോഴാണ് നമുക്കൊരു ഉണർവ് കിട്ടുക. റൈറ്റ്, ഇതാണ് എനിക്ക് വേണ്ട പാറ്റേൺ, ഇതാണ് എൻ്റെ സിനിമ. പൊതുവേ സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പം ആ ഒരു എന്താ പറയാ, കറുപ്പും വെളുപ്പും ഇടകലർന്ന ഒരു പ്രകൃതിയാണല്ലോ, അവിടുത്തെ പ്രകൃതി അങ്ങനെയാണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ മുഴുവൻ കളറിനെ നള്ളിഫൈ ചെയ്ത് ഡള്ളാക്കി അല്ലേ, അങ്ങനെ ഒരു എഫക്റ്റ് അല്ലേ. സ്പെഷ്യൽ ഫിൽറ്റർ ഉപയോഗിക്കുന്നു, അതുപോലെ കളർ പാലറ്റ് ഡ്രസ്സിന്റെ. ഇപ്പൊ നമ്മള് ഔട്ട്ഡോർ ഒക്കെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ പാലറ്റ് അല്ലാത്ത ഒരു കാറ് പോയി കഴിഞ്ഞാൽ ആ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര അലേർട്ടാണ്. നമ്മളൊരു ഫ്രെയിം വെച്ചാൽ അവിടുത്തെ ഫുൾ കോർഡിനേറ്റേഴ്സ് ഫുൾ എല്ലാവരും മാറ്റി എല്ലാം ഫിക്സ് ചെയ്ത് നമുക്ക് വാക്കി ടോക്കിൽ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല, ഇപ്പോൾ പൃഥ്വി മലയാള സിനിമയുടെ എൻസൈക്ലോപീഡിയ എന്നല്ല പറയാ, അദ്ദേഹം പോലും നമ്മുടെ കൂടെ അത്ര വൈബായിരുന്നു ഞങ്ങളുടെ കൂടെ, ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ട് ചെയ്ത്. കാരണം നമ്മളെല്ലാം ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നത്, രാജുവിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ക്യാരക്ടറിന് കോട്ടില്ല, നോർമൽ ഡ്രസ്സാണ്. അല്ല ഹാർലി ഡേവിഡ്സണിലൊക്കെ ഹൈ സ്പീഡിൽ യാത്ര ചെയ്യുന്നു, നമ്മളെല്ലാം പ്രിക്കോഷൻസ് ഉണ്ട്, പക്ഷെ പുള്ളിക്കില്ല. അപ്പോൾ അവരും അതുപോലെ പെയിൻ എടുത്തു, അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ആ ഒരു സിനിമ സംഭവിച്ചത്.